ടോപ്പ് എൻഡ് ആണ് ഇതിലാണ്. ബട്ട് 11.3 lakhsന് അമ്പവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. കാര്യം പറഞ്ഞോണ്ട് പറയാണ്, ബീച്ചിന്റെ സൈഡ് നല്ല വൈബ് കാറ്റ്, അടിപൊളി ഇറക്കാം. ശരിക്കും പറഞ്ഞാൽ 2 തലയണയുടെ കൂടെ കുറവുണ്ട്. നമ്മൾ ഹോണ്ട സിറ്റി ഒക്കെ വാങ്ങുമ്പോൾ 2 തലയണ ഫ്രീ ഇട്ട് വരുന്നു. 4 മീറ്റർ പ്ലസ് ലെങ്ത് വരുന്ന വണ്ടികളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോട്ടും അതുപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളും. ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൊമാഡിക് വ്ലോഗ്സ്. ലോഞ്ച് ചെയ്ത ഇയറിൽ തന്നെ 2 lakh പ്ലസ് സെയിൽ പോയിട്ടുള്ള മാരുതിയുടെ അനന്തർ സക്സസ്ഫുൾ വെഹിക്കിളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗിലുള്ളത്. നല്ല അടിപൊളി ബീച്ച് അല്ലേ? നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ചേർത്തലയിലെ ചെത്തി ബീച്ചിലാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. ഇതിപ്പോ ഗ്രാൻഡ് വിറ്റാരയുടെ ടോപ്പ് എൻഡ് ആൽഫ വേരിയന്റ് ആണ്. ഗ്രാൻഡ് വിറ്റാരയിൽ പൊതുവെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം വരുന്നത് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. സുസുക്കി ഇതിനെ സ്മാർട്ട് ഹൈബ്രിഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി XL6ന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഹൈബ്രിഡ് സിസ്റ്റവും അത് റിലേറ്റഡ് ആയിട്ടുള്ള മൈലേജ് കപ്പാസിറ്റിയും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് 11.3 lakhsന് 4 മീറ്റർ പ്ലസ് ലെങ്തും അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ 16 കിലോമീറ്റർ പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു മിഡ് സൈസ് SUV ആണ് സുസുക്കി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഗ്രാൻഡ് വിറ്റാര. ഇതിപ്പോ ടോപ്പ് എൻഡ് ആണ്. ഇതില് 60-40 സ്പ്ലിറ്റ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് ആണ് വരുന്നത്. ബട്ട് ഇതിന്റെ ബേസ് വേരിയന്റിലും സുസുക്കി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോൾഡബിൾ ആയിട്ടുള്ള ബാക്ക് സീറ്റ് തന്നെയാണ്. എന്റെ ഹൈറ്റ് 5.2 ആണ്. ബട്ട് എങ്കിലും എനിക്കിപ്പോ ഇവിടുന്ന ബോണറ്റിന്റെ എൻഡ് ടു എൻഡ് വിസിബിൾ ആണ്. ഈ ഹൈറ്റിലുള്ള ലേഡീസിനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ കൂടെയാണിത്. XL6ന്റെ സെയിം എഞ്ചിനും ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ തന്നെ ആണെങ്കിലും അതിൽ നിന്ന് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ പുതിയ വണ്ടികളിലെ പോലെ തന്നെ വളരെ ലോവർ ഏരിയയിലേക്കാണ് ഇതിന്റെ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ഫോഗ് ലാമ്പ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ലോവർ ഏരിയയിലായതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയും ത്രോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ദ റൈറ്റ് സൈഡ് ഇതിന്റെ പാർക്ക് ലൈറ്റും ബ്രേക്ക് ലാമ്പും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു LED യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു ഹാലജൻ ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഇറ്റ് ഡസ് ഇറ്റ് ജോബ് വെൽ. സസ്പെൻഷന് വേണ്ടിയിട്ട് നല്ലൊരു വീൽ ട്രാവൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പല ടെറൈനിലും ഒഴിച്ചു നോക്കി. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റഫായിട്ടുള്ള റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് നോക്കി. ബട്ട് എങ്കിലും ഇതിന്റെ ഡ്രൈവിങ്ങിൽ കിട്ടുന്ന കംഫോർട്ടും സ്മൂത്ത്നെസ്സും ശരിക്കും ഞെട്ടിച്ചു. കാരണം വെച്ചാൽ സുസുക്കിയുടെ മറ്റു വണ്ടികളിൽ കാണാത്ത അത്ര കംഫോർട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ ബാക്കിൽ മാത്രമേ സെൻസേഴ്സ് വരുന്നുള്ളൂ, ഫ്രണ്ടിലില്ല. ബട്ട് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൽ ഹ്യുണ്ടായിലോ കിയയിലോ ഒക്കെ ഉള്ള പോലെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് വരുന്നില്ല. ബട്ട് എങ്കിലും ഇറ്റ് ടു ഡസ് ഇറ്റ് ജോബ് വെൽ. ഹ്യുണ്ടായുടെയും കിയയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, അനാവശ്യമായിട്ടുള്ള ഫാൻസി ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് സുസുക്കി ഇതിന്റെ റേറ്റ് എന്നാലും കൂട്ടാൻ ശ്രമിച്ചിട്ടില്ല. 11.3 സ്റ്റാർട്ട് ചെയ്ത അറ്റ്മോസ്റ്റ് 20.6 വരെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതും ഓൺ റോഡ് പ്രൈസ് ആണ്. ഇപ്പൊ 11.3 lakhs ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ വേരിയന്റിനാണ്. ആൻഡ് 20.6 lakh വരുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് വേർഷൻ ആയിട്ടുള്ള ആൽഫ പ്ലസിലാണ്. നമുക്ക് കൈ എത്തുന്നിടത്തെല്ലാം തന്നെ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. ചാർജ് ചെയ്യാൻ മാത്രമായിട്ട് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു USB കണക്ടർ വരുന്നുണ്ട്. 120 വോട്ടിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങിന്റെ ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ 2 C-ടൈപ്പ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് ഉൾപ്പെടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 120 വോട്ട് വരുന്ന ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഒരു ബൂട്ട് ലാമ്പ് ഉണ്ട്. ഇതിലിപ്പോ സൺറൂഫ് അവൈലബിൾ അല്ല. ശരിക്കും സുസുക്കി ഒരു കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് വെറും 12,000 rupees അഡീഷണൽ കൊടുത്ത ഒരു ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആയിട്ട് കിട്ടും. 1.6 ton വെയിറ്റും അതുപോലെ തന്നെ 4 മീറ്റർ പ്ലസ് ലെങ്തും ഉള്ള ഒരു വെഹിക്കിൾ ആണ് ഞാൻ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെതായ ഒരു ഹെവിനെസ്സും തോന്നുന്നില്ല. ആസ് യു ക്യാൻ സീ ഒരു സ്ട്രെയിറ്റ് ഹൈവേ അല്ല, എല്ലാം ചെറിയ ചെറിയ റോഡ്സ് ആണ്. ബട്ട് എങ്കിലും വളരെ കംഫോർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പം വണ്ടിയുടെ എല്ലാ സൈഡും നല്ലപോലെ വിസിബിൾ ആണെങ്കിൽ തന്നെ ഒരു പകുതി സേഫ് ഫീൽ ആണ്. ഇവിടെ ഇപ്പം എല്ലാം നല്ലപോലെ വിസിബിൾ ആണ്. അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൈ എത്തുന്ന ദൂരത്ത് തന്നെ എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആൻഡ് കംഫോർട്ട് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയാണ് ഗ്രാൻഡ് വിറ്റാര ഓഫർ ചെയ്യുന്നത്.
ഈ വണ്ടിക്ക് ഒരു ഓൾ വീൽ ഡ്രൈവ് വേരിയന്റ് കൂടെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സുസുക്കി ഇതിന്റെ റൈഡ് ഹൈറ്റും സസ്പെൻഷനും നല്ലപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാഡ് പാച്ചസ് ഉള്ള റോഡിൽ നല്ല കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂഷ്വലി ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണെങ്കിലും എല്ലാം ഇതിലും അവൈലബിൾ ആണ്. XL6ന്റെ സെയിം എഞ്ചിനും ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ തന്നെ ആണെങ്കിലും അതിൽ നിന്ന് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ് പറയാം. നമുക്കിവിടെ സ്റ്റിയറിംഗ് റീച്ച് ചെയ്യാനും അതുപോലെ തന്നെ റാക്ക് ചെയ്യാനും ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല ഓട്ടോ ഡിമ്മിംഗ് ആയിട്ടുള്ള ഇന്റേണൽ മിറേഴ്സും ഒരു സൺഗ്ലാസ് ഹോൾഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ ഒരു ഡ്രൈവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഫ്രണ്ടിൽ രണ്ടും ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. ഇതിലെ ഡ്രൈവർ സൈഡ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു തൈ സപ്പോർട്ടും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലോവർ ചെയ്യാനും അതുപോലെ തന്നെ റേസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ആണ് കിട്ടുന്നത്. ഇവിടെ തന്നെ ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് ആൻഡ് ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൂടെയാണ്. പിന്നെ ഫ്രണ്ടിലെ രണ്ട് സീറ്റും വെന്റിലേറ്റഡ് ആണ്. അതിന്റെ സ്വിച്ചസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിസിക്കൽ സ്വിച്ചസ് ആയിട്ട് തന്നെയുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഹോൾഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. കൺട്രോൾ സ്വിച്ചസിന്റെ കാര്യത്തിൽ സുസുക്കി ഒട്ടും ഫാൻസി ആക്കിയിട്ടില്ല. നമ്മുടെ AC-യുടെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഫിസിക്കൽ സ്വിച്ചസ് ആയിട്ടാണ്, വിച്ച് ഈസ് ആസ് എ ഡ്രൈവർ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ വെൻ ഇറ്റ് കംസ് ടു സ്റ്റിയറിംഗ് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ആണെങ്കിലും മീഡിയ കൺട്രോൾ ആണെങ്കിലും കോൾ കൺട്രോൾസ് ആണെങ്കിലും എല്ലാം ഈവൻ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും ഈസിലി ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നോർമലി വരുന്ന പോലെ മിറർ ആൻഡ് വിൻഡോ കൺട്രോൾ അല്ലാതെ ഡ്രൈവർ സൈഡിൽ ഒരു 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വിൻഡോ കൺട്രോൾ കൂടെ വരുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ടോപ്പ് ആൻഡ് വേരിയൻസിൽ ഗ്രീൻ കളറിലുള്ള ഒരു ടിന്റ് കൂടെ ഗ്രാൻഡ് വിറ്റാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ഡെഡ് പെഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്റ്റിയറിംഗ് വീലിന്റെ സൈഡിലായിട്ട് ഇവിടെ നമുക്കൊരു HUD ഓപ്ഷൻ ഉണ്ട്. അതായത് 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നൈറ്റ് ടൈമിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത്. ഇതിപ്പം ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ സീറ്റ്സ് ഒക്കെ നൈസ് കുഷ്യൻഡ് ആണ്, എല്ലാം ലെതർ സീറ്റ്സ് ആണ്. ആൻഡ് ബാക്ക് സൈഡിൽ തന്നെ AC-യുടെ വെന്റ്സ് വരുന്നുണ്ട്, ഇതിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്. കൂടാതെ 2 C ടൈപ്പിന്റെ ചാർജിങ് സ്ലോട്ട്സ് വരുന്നുണ്ട്. ആൻഡ് ഫോൺ വെക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾഡറും വരുന്നുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഡോർ ഇവിടെ ബ്ലാക്ക് പിയാനോ ഫിനിഷിൽ വരുന്നുണ്ട്. ബട്ട് എങ്കിലും ഇത് കാണാൻ ഭംഗിയാണ്, ബട്ട് ഒബ്വിയസ്ലി സ്ക്രാച്ച് വീഴും. ആൻഡ് ഇത് കൂടാണ്ട് സൺബ്ലൈൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ ഗൈസ്, 11.3 lakhs അത് സത്യമാണ്. 16 km/L ഡെയിലി ലൈഫ് മൈലേജ് അതും സത്യമാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ വേരിയന്റിന് ഇപ്പൊ 11.3 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം ചെയ്തു തന്നത് മാരുതി പോപ്പുലർ നെക്സ പാലാരിവട്ടമാണ്. ഇപ്പൊ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് ഇവരുടെ എല്ലാ വേരിയൻസിനും എല്ലാ മോഡൽസിനും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഈ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യേണ്ട. അപ്പോൾ കൂടുതൽ റിയൽ ലൈഫ് കാർ വീഡിയോസിനായിട്ട് നൊമാഡിക് വ്ലോഗ്സ് ഫോളോ ചെയ്യുക. ബൈ.